ഹലോ, അപ്പോൾ ഇതാണ് ചിക്കൻ വട അല്ലെങ്കിൽ ചിക്കൻ ഡൊണറ്റ് എന്നൊക്കെ നമുക്ക് വിളിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ നേരെ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ഒരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റിനോടൊപ്പം ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇത് വേകുന്നതിന് ആവശ്യമായിട്ട് ഞാനിവിടെ ചിക്കൻ്റെ സ്റ്റോക്ക് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല, പകരം കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ പൊടികളുടെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി അവയാണ് ചേർത്തത്. എന്നിട്ടൊരു ബൗളിലേക്ക് വേവിച്ച് ഉടച്ച ഉരുളക്കിഴങ്ങും അതുപോലെ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ട് വേവിച്ച് മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്ത ചിക്കനും അതുപോലെ വേവിച്ച ക്യാരറ്റിൻ്റെ കൂട്ട്, അതുപോലെ മല്ലിയില, കുറച്ച് കോൺഫ്ലോർ, ഒരു 3 സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കണം. ഈ സമയത്ത് മൊസറല്ല ചീസ് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അതുകൂടി ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് വടയുടെ അല്ലെങ്കിൽ ഡോണറ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്നും ഇതുപോലെ ആക്കിയെടുത്തതിന് ശേഷം ഞാനിവിടെ മൈദയുടെ കൂട്ട്, മൈദ വെള്ളത്തിൽ കലക്കിയതാണ്. അപ്പോൾ അത് അതിലോട്ടൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതുപോലെ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ ബ്രെഡ് ക്രംസിന് പകരം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബർമസലി ഉണ്ടല്ലോ, കുനാഫ ബർമസലി, അത് പൊടിച്ച് അതിൽ ഒന്ന് കോട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ എല്ലാം ഇതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഞാൻ നോമ്പിൻ്റെ തലയ്ക്കുന്ന ദിവസമാണ് ഇതൊക്കെ തയ്യാറാക്കിയത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് ഫ്രീസറിൽ സൂക്ഷിക്കാം. അപ്പോൾ ഇതുപോലെ ഓരോന്ന് അടുക്കി വെച്ചതിന് ശേഷം മുകളിൽ ഒരു ക്ലിങ് ഫിലിം വെച്ച് കവർ ചെയ്യണം. കാരണം പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കവർ ചെയ്ത് ഞാൻ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ നോമ്പിൻ്റെ 2ാമത്തെ ദിവസം ഫ്രീസറിൽ നിന്നൊരു 10 മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്നിട്ട് പുറത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ചൂടായ എണ്ണയിലിട്ട് നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ പൊന്നുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അവർക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലുള്ള ഐറ്റംസൊക്കെ എന്തായാലും അവർക്ക് കഴിച്ചേ പറ്റൂ. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.